Hi all, welcome to Manorama Horizon YouTube classes. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ചാപ്റ്റർ എന്താണ്? കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇപ്പം നമ്മളോടൊക്കെ നമ്മുടെ പേരൻസ് പറയും അല്ലേ, എന്താണ് വെറ്റ് ഹാൻഡ്സ് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഒന്നും പിടിക്കരുത് എന്നൊക്കെ പറയും അല്ലേ. അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ ബോഡി ആക്ച്വലി എന്താണ് കറണ്ടിനെ പാസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഒരു ബോഡി അലാസ് കറണ്ട് ടു പാസ് ത്രൂ എസ്. ഓക്കെ, ഇനിയിപ്പം എന്താണ് വെറ്റ് ഹാൻഡ്സ് വെച്ച് പിടിക്കരുതെന്ന് പറഞ്ഞു. അപ്പം എന്താണ് വാട്ടർ വിൽ വാട്ടർ അലൗ ദി കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓക്കെ, അത് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കുന്നുണ്ട്. അതായത് എന്താണ് ലിക്വിഡ്സിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടോ എന്നുള്ളത്, ലിക്വിഡ്സിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ബേസിക്കലി എന്താണ് ദി മെറ്റീരിയൽസ് വിച്ച് അലൗ കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ്, അങ്ങനത്തെവരെ നമ്മൾ എന്ത് പറയും? കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. എന്താണ് കറണ്ടിന്റെ പാസേജ് അലാവുന്ന മെറ്റീരിയൽസിന് നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് അലൗ കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ്, അവരെ നമ്മൾ എന്ത് പറയും? പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കുന്നു? പുവർ കണ്ടക്ടേഴ്സ് എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മെറ്റീരിയൽസ് വിച്ച് അലൗ കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ് അതെന്താണ്? ഗുഡ് കണ്ടക്ടേഴ്സും. ഇനി മെറ്റീരിയൽസ് വിച്ച് ഡസ് നോട്ട് അലൗ കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ് നമ്മൾ പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾസ് ഓഫ് ഗുഡ് കണ്ടക്ടേഴ്സ് പറയുകയാണെങ്കിൽ അയൺ പറയാം, ഇനി അലുമിനിയം പറയാം, സിൽവർ പറയാം, അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി പുവർ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റബ്ബർ പറയാം, പ്ലാസ്റ്റിക്, വുഡ്, ഇതൊക്കെ എന്താണ്? പുവർ കണ്ടക്ടേഴ്സ് ആണ്. അത് കറണ്ടിന്റെ പാസേജ് അലോ ചെയ്യുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്, ഡു ലിക്വിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഇപ്പം നമ്മളോട് എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു, വെറ്റ് ഹാൻഡ്സ് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസ് തൊടാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? നമുക്ക് ഇലക്ട്രിക് ഷോക്ക് വരും അല്ലേ. ഇനി അപ്പോൾ ലിക്വിഡ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൊച്ചു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ഇവിടെ ചെയ്യുവാണ്. അപ്പോൾ എന്താണ്? ഒരു ലെമൺ ജ്യൂസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ലിക്വിഡായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ലെമൺ ജ്യൂസ് ആണ്. ഇനി അതിൽ കൂടെ നമ്മൾ എന്താണ് കറണ്ട് പാസ് ചെയ്ത് വിടുന്നു. ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് മീൻസ് വി ആർ അലൗവിങ് ദി കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ്. അതുപോലെ തന്നെ നമ്മളൊരു ബൾബും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ എന്താണ്? ബൾബ് ഗ്ലോ ചെയ്യും അല്ലേ. ഇനിയിപ്പോൾ സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. സോ ഇപ്പം ഈ ലെമൺ ജ്യൂസ് കണ്ടക്ട് ചെയ്യുമെങ്കിൽ ദിസ് സർക്യൂട്ട് വിൽ ബി കംപ്ലീറ്റ് ആൻഡ് ദി ബൾബ് വിൽ ഗ്ലോ. സോ ഇഫ് ദീസ് ലിക്വിഡ് ഓർ ലെമൺ ജ്യൂസ് കണ്ടക്ട് ചെയ്തില്ല എന്നാണെങ്കിൽ ദി ബൾബ് വിൽ നോട്ട് ഗ്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദി ബൾബ് വിൽ ഗ്ലോ വെൻ ദി ലിക്വിഡ് യൂസ്ഡ് ഇസ് ലെമൺ ജ്യൂസ്. ഓക്കെ, നമ്മൾ ലെമൺ ജ്യൂസ് യൂസ് ചെയ്ത സാഹചര്യത്തിൽ ബൾബ് ഗ്ലോ ചെയ്തു. അതുപോലെ തന്നെ എന്താണ്? സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് വെൻ ദി ടു എൻഡ്സ് ഓഫ് ദി വയർ ഇസ് ഡിപ്ഡ് ഇൻ ലെമൺ ജ്യൂസ്. ഓക്കെ, അപ്പം നമ്മളിപ്പം പ്രീവിയസ് എക്സാമ്പിളിൽ കണ്ടായിരുന്നു, ഈ വയറിൻ്റെ രണ്ട് എൻഡ് നമ്മൾ ലെമൺ ജ്യൂസിൽ ഡിപ്പ് ചെയ്തു. അപ്പം ഈ ഒരു അവസ്ഥയിൽ സർക്യൂട്ട് ക്ലോസ് ആയി എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് എന്താണ്? സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. കറണ്ട് ക്യാൻ ഈസിലി പാസ് ത്രൂ ദിസ് ലിക്വിഡ്, വിച്ച് മീൻസ് ഈ ഒരു സർക്യൂട്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ഇൻസുലേറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു പുവർ കണ്ടക്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്? ഈ സർക്യൂട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് ആക്റ്റീവ് ആയിരുന്നു, ഈ ബൾബ് ഗ്ലോ ചെയ്യത്തില്ലായിരുന്നു അല്ലേ. സോ എന്താണ്? ദി സർക്യൂട്ട് ക്ലോസ്ഡ് ആണ് വെൻ ടു എൻഡ്സ് ഓഫ് ദി വയർ ഇസ് ഡിപ്ഡ് ഇൻ ലെമൺ ജ്യൂസ്. അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും lemon juice is a good conductor of electricity. Okay, so we can say that liquids conduct in the electricity. Now if when the free ends of a tester is dipped in a solution, the magnetic needle shows deflection. So can you explain the reason? The free ends of the tester നമ്മൾ ഒരു solution dip ചെയ്തപ്പോഴത്തേക്കും ഒരു magnetic needle deflection കാണിക്കുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചത്? Because of the passage of current അവിടെ magnetic effects generate ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ magnetic needle deflection കാണിക്കും. Okay, so coming to the next question, does pure water conduct electricity? If not, what can we do in order to make it conducting? Okay, അപ്പോൾ പ്യുവർ വാട്ടർ, ഇപ്പം നമ്മൾ പറഞ്ഞു ലിക്വിഡ്സ് എന്താണ്? ലിക്വിഡ്സിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് ഡസൻറ്റ് മീൻ എവറി ലിക്വിഡ്, ബട്ട് ദർ ആർ സർട്ടൻ ലിക്വിഡ്സ്, അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ്സിനെ ഇതുപോലെ പുവർ കണ്ടക്ടേഴ്സ് എന്നും ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം എന്താണ്? ലിക്വിഡ്സിനും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇഫ് പ്യുവർ വാട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാൻ പ്യുവർ വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ആക്ച്വലി പ്യുവർ വാട്ടറിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ബിക്കോസ് പ്യുവർ വാട്ടറിൽ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ അയൺസോ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പ്യുവർ വാട്ടറിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി പ്യുവർ വാട്ടർ യൂസ് ചെയ്ത് കണ്ടക്ഷൻ നടക്കണമെങ്കിൽ നമ്മളൊരു പിഞ്ച് ഓഫ് സോൾട്ട് ഒക്കെ
ആഡ് ചെയ്താൽ മതി. അപ്പോൾ സോൾട്ട് ഇതിലേക്ക് എന്താണ്, സോൾട്ട് പ്യുവർ വാട്ടറിലെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോഴത്തേക്കും ഇതൊരു സോൾട്ട് സൊല്യൂഷനായി മാറും അല്ലേ. സോ സോൾട്ട് സൊല്യൂഷൻ ഇസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷനിൽ എന്താണ് ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ ആവശ്യമായ അയൺസും അല്ലെങ്കിൽ ഇലക്ട്രോൺസും ഒക്കെ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്യുവർ വാട്ടറിൽ ഡിസ്റ്റിൽഡ് വാട്ടർ വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇനി അതിനെ കണ്ടക്റ്റിംഗ് ആക്കണമെങ്കിൽ അതിൽ നമ്മൾ ട്രേസസ് ഓഫ് എന്താണ് മിനറൽസോ അല്ലെങ്കിൽ സോൾട്സോ ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് പ്യുവർ വാട്ടറിനെ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറിനെ ഒരു കണ്ടക്റ്റിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ലിക്വിഡ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ദി വാട്ടർ വി ഗെറ്റ് ഫ്രം സോഴ്സസ് ലൈക്ക് പോൺസ്, വെൽ, അങ്ങനെ നമ്മളുടെ ചുറ്റിനും നമുക്ക് വാട്ടർ കിട്ടുന്ന സോഴ്സ് ഉണ്ടല്ലേ, ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ ഹാൻഡ് പമ്പ്സ്, പോൺസ്, വെൽ, ഇതൊന്നും പ്യുവർ അല്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ടാപ്പ് വാട്ടർ പമ്പ് ചെയ്ത് ഹാൻഡ് പമ്പ് ചെയ്യുന്ന എഗെയിൻ ടാപ്പ് വാട്ടർ ഇറ്റ്സെൽഫ്, അത് പിന്നെ പോൺസിൽ നിന്ന് റിവേഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളത്തിൽ ഒത്തിരി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ വാട്ടർ പ്യുവർ അല്ല. അതായത് എന്താണ്, അതിൽ ഒത്തിരി മിനറൽസും ഒത്തിരി സോൾട്സും ഒത്തിരി അയൺസും ഒക്കെ ഡിസോൾവ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാട്ടർ എന്തായിരിക്കും, ഇറ്റ്സ് എ കണ്ടക്ടർ, ഇറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ബട്ട് എന്താണ്, ഓക്കെ, അതിനുള്ള റീസൺ എന്താണ്, സ്മോൾ എമൗണ്ട് ഓഫ് മിനറൽ സോൾട്സ് ആർ നാച്ചുറലി പ്രസന്റ് ഇൻ ദീസ് ടൈപ്പ് ഓഫ് വാട്ടർ. ഓക്കെ, ദീസ് ടൈപ്പ് ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ദീസ് ടൈപ്പ് ഓഫ് വാട്ടറിൽ മിനറൽസ് നാച്ചുറലി പ്രസന്റ് ആയിരിക്കും. ഇനി ദിസ് ടൈപ്പ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, സോ ടാപ്പ് വാട്ടർ, പോണ്ട്, റിവർ, ഇങ്ങനത്തെ കേസിൽ നിന്നൊക്കെ കിട്ടുന്ന വെൽസ്, അതിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം എന്താണ്, പ്യുവർ, ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വേറെ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പുവർ കണ്ടക്ടർ. ഇനി ഡിസ്റ്റിൽ വാട്ടർ ഈസ് ഫ്രീ ഓഫ് സോൾട്സ് ആൻഡ് ദെർഫോർ ഇറ്റ്സ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഡിസ്റ്റിൽ വാട്ടറിൽ ഇങ്ങനെ സോൾട്സോ മിനറൽസോ അയൺസോ ഒന്നും പ്രസന്റ് ആയിരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ അത് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നോക്കാൻ പോവാം. ഓക്കെ, സോ the chemical effects of electric current explain ചെയ്യാനായിട്ട് we have a cell and we have 2 carbon rods and again it's placed in a water. Okay, so ഇവിടെ നമ്മൾ we are allowing the current to pass through it for few minutes. നമ്മൾ ഇതിലെ കൂടെ കറണ്ട് പാസ് ചെയ്ത് വിടുവാണ്, ഈ ഒരു സർക്യൂട്ടിൽ കൂടെ നമ്മൾ കറണ്ട് കുറച്ചധികം സമയത്തേക്ക് പാസ് ചെയ്ത് വിടുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, the passage of electric current through the conducting solution will produce chemical reaction. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്തുണ്ട്, അവിടെ ഇലക്ട്രോഡ്സ് ഉണ്ട്, അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇനി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും. ഓക്കെ, സോ ദി പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദി കണ്ടക്ടിങ് സൊല്യൂഷൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു കെമിക്കൽ റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത്, ഗ്യാസ് ബബിൾസ് ആർ ഫോംഡ് ഓൺ ദി ഇലക്ട്രോഡ്സ്. അപ്പോൾ റിയാക്ഷൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് എന്താണ്, അവിടെ ഇലക്ട്രോഡ്സിൽ ഗ്യാസ് ബബിൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു സൊല്യൂഷൻ്റെ എന്താണ് കളർ ചേഞ്ച് അവിടെ സംഭവിക്കും. ആ നമ്മൾ യൂസ് ചെയ്ത ഇലക്ട്രോലൈറ്റിന് ഒരു കളർ ചേഞ്ച് സംഭവിക്കാം. ഓൾസോ മെറ്റൽസ് ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഓൺ ദി ഇലക്ട്രോഡ്, അവിടെ ഇലക്ട്രോഡിലെ മെറ്റൽ ഡിപ്പോസിഷനും സംഭവിക്കും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ കണ്ടക്ടിങ് സൊല്യൂഷൻ ഒക്കെ അനുസരിച്ച് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഓരോരോ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ രീതി മാറിക്കൊണ്ടിരിക്കും. വിച്ച് മീൻസ് എന്താണ്, കളർ ഓഫ് ദി സൊല്യൂഷനും അതുപോലെ തന്നെ ഏത് മെറ്റലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും എന്തൊക്കെയോ ഉള്ളത് നമ്മൾ യൂസ് ചെയ്ത ഇലക്ട്രോഡിനെയും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന കണ്ടക്ടിങ് സൊല്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സൈക്കിൾ ഹാൻഡിൽസും അല്ലെങ്കിൽ നമ്മുടെ ഓർണമെൻറ്റ്സിലും ഒക്കെ എന്താ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു കോട്ടിങ് അല്ലെ, ഒരു ഷൈനി കോട്ടിങ് അപ്പിയറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ സൈക്കിൾ ഹാൻഡിൽ എടുക്കണമെങ്കിൽ അവിടെ ഷൈനി കോട്ടിങ് അപ്പിയറൻസ് ഉണ്ടായിരിക്കും. കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, അത് ആക്ച്വലി അത് പോകും അല്ലേ, എന്നിട്ട് അവിടെ ഒരു റഫ് സർഫസ് ഒക്കെ ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ ഓർണമെൻറ്റ്സ്, ഗോൾഡ് പ്ലേറ്റഡ്, സിൽവർ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഇനീഷ്യലി വാങ്ങിച്ച ഉടനെയുള്ള കുറച്ച് ദിവസങ്ങളിൽ നല്ല ഷൈനി അപ്പിയറൻസ് അല്ലെങ്കിൽ നല്ല ഒരു ലുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ കളർ അല്ലെങ്കിൽ അതിൻ്റെ ഷൈനി ഫീലിംഗ് ഒക്കെ നഷ്ടപ്പെടും അല്ലേ. അതിനുശേഷം നമ്മൾ ഉള്ളിൽ കാണാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ഓഫ് വേറെ ഒരു മെറ്റലായിരിക്കും നമ്മൾ ഉള്ളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു പ്രോസസ് ഓഫ് വൺ മെറ്റൽ ഗെറ്റിംഗ് ഡിപ്പോസിറ്റഡ് ഓവർ ദി അതർ ആണ് സംഭവിച്ചത്. ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലിൻ്റെ മുകളിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണ്, ഒരു മെറ്റലിൽ നമ്മൾ മറ്റൊരു മെറ്റലിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതിന് ഒത്തിരി വൈഡ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രോസസ്സാണിത്. ഇപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വി ഹാവ് 2 കോപ്പർ പ്ലേറ്റ്സ് ഹിയർ. അതുപോലെ തന്നെ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. എഗെയിൻ വി ആർ അലൗവിങ് ദ കറണ്ട് ടു പാസ് ത്രൂ ദിസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ 2 കോപ്പർ പ്ലേറ്റ് ഉണ്ട്.
എന്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഈ പ്ലേറ്റ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. സോ ഈ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആസ് വി ആർ പാസിങ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ് എന്താണ് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വിൽ ഡിസോസിയേറ്റ് ഇൻ ടു കോപ്പർ ആൻഡ് സൾഫേറ്റ് അല്ലെ. ഇവിടെ ഈ കോപ്പർ സൾഫേറ്റ് കോപ്പറും സൾഫേറ്റും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അതിനുശേഷം ഈ കോപ്പർ will get deposited on the electrode that is connected to the negative terminal of the battery. അപ്പോൾ നമുക്ക് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒരെണ്ണം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും ഒരെണ്ണം നെഗറ്റീവ് ടെർമിനലിലേക്കും ആണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആസ് വി പാസ് ദ കറണ്ട് ത്രൂ ഇറ്റ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡിസോസിയേറ്റ് ചെയ്യുന്നു. എന്താണ് കോപ്പർ അയൻസും സൾഫേറ്റ് അയൻസും ഉണ്ടാവുന്നുണ്ട്. ഇനി ആ ഫോം ചെയ്ത കോപ്പർ അയൻസ് എവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിൽ ഈ കോപ്പർ അയൻസ് ഡിപ്പോസിറ്റ് ആവും. ഓക്കെ. ഇനി അതുപോലെ തന്നെ അപ്പോൾ നമുക്കറിയാം എന്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇപ്പുറത്തെ കോപ്പർ പ്ലേറ്റിൽ നിന്ന് എന്താണ് കോപ്പർ ആ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ആവും. ഓക്കെ. ഒരു പ്ലേറ്റിൽ ഡിപ്പോസിറ്റ് ആവും, മറ്റേ പ്ലേറ്റിൽ നിന്ന് കോപ്പർ ഡിസോൾവ് ആയ സൊല്യൂഷനിലേക്ക് വരും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എഗെയിൻ ആ സൊല്യൂഷനിൽ ആവശ്യത്തിന് കോപ്പർ ആവുന്നു, എഗെയിൻ കോപ്പർ അയൻസ് ഈ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ആവുന്നു. അങ്ങനെ അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഈ ഇലക്ട്രോഡിൽ നിന്ന് ഈ ഇലക്ട്രോഡിലേക്ക് എന്താണ് ഒരു ട്രാൻസ്ഫർ സംഭവിച്ചു അല്ലേ. സോ നമുക്ക് പറയാൻ പറ്റും അവിടെ എന്താണ് ഈ മെറ്റലിൽ നിന്നൊരു കോട്ടിങ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോഡിൽ നിന്ന് ഇലക്ട്രോഡിലേക്ക് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ആണ് സംഭവിച്ചത്. ഓക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ നമ്മൾ ഒരു മെറ്റലിൽ മറ്റൊരു മെറ്റൽ വെച്ച് കോട്ട് ചെയ്യുവാണ്. സോ ദി പ്രോസസ് ഓഫ് ഡിപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് എനി ഡിസൈഡ് മെറ്റൽ ഓൺ അനദർ മെറ്റീരിയൽ ബൈ പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദം. അത്രയേ ഉള്ളൂ. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മെറ്റീരിയലിനെ മറ്റൊരു മെറ്റൽ വെച്ച് അല്ലെങ്കിൽ ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റൽ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രിഫറൻസ് ആണത്. ഏത് മെറ്റൽ ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിനെ നമ്മൾ വേറൊരു മെറ്റൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റലിനെ നമ്മൾ വേറൊരു മെറ്റൽ വെച്ചിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഈ പ്രോസസ്സിനെയാണ് ആൻഡ് ഇതെങ്ങനെയാണ് നടക്കുന്നത്? ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം നമ്മൾ ഇനീഷ്യലി കണ്ടു നമ്മൾ ഗോൾഡ് പ്ലേറ്റിംഗ് സിൽവർ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ടു ഹാവ് ദറ്റ് ഫിനിഷിംഗ് ലുക്ക് അല്ലെങ്കിൽ ആ ഒരു നല്ല ലുക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗോൾഡോ സിൽവറോ പ്ലേറ്റിംഗ് കൊടുക്കും. അപ്പോൾ എന്താണ് ഈ ചിലവ് മൊത്തത്തിൽ ആ പ്രോഡക്റ്റിന് ചിലവ് കുറവായിരിക്കും അല്ലേ. സോ യൂസ് ഫോർ ദി ഇമിറ്റേഷൻ ഓഫ് ജുവലറി ബൈ ആഡിങ് തിൻ കോട്ടിംഗ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഉള്ളിൽ ആക്ച്വലി നമ്മൾ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ച് പുറത്ത് ഗോൾഡോ സിൽവറോ കോട്ടിംഗ് കൊടുക്കും. സോ പുറത്തുനിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇനീഷ്യലി നമുക്ക് നോക്കുമ്പോൾ അതൊരു ഗോൾഡ് ഓർ സിൽവർ ഓർണമെൻ്റ് ആയിട്ട് തന്നെ തോന്നും. ബട്ട് അറ്റ് ദി സെയിം ടൈം എന്താണ് അതിൻ്റെ ഉള്ളിൽ ഒരു ബിക്കോസ് ഗോൾഡ് ആൻഡ് സിൽവർ ആർ എക്സ്പെൻസീവ്. സോ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് അങ്ങനെ ഉണ്ടാക്കുന്നതിന് പകരം ഉള്ളിൽ വേറെ ഒരു ചീപ്പായിട്ടുള്ള ഒരു മെറ്റൽ കൊടുത്തിട്ട് പുറത്ത് ഒരു എക്സ്പെൻസീവ് മെറ്റലിൻ്റെ കോട്ടിംഗ് കൊടുക്കാനും സാധിക്കും. ഇനി അടുത്തത് എന്താണ്? ഷോക്ക് അബ്സോർബേഴ്സ് ഓഫ് ബൈക്സ് ആർ കോട്ടഡ് വിത്ത് ക്രോമിയം ഫോർ കൊറോഷൻ റെസിസ്റ്റൻസ് ആൻഡ് ദർ ഷൈനി അപ്പിയറൻസ്. അപ്പം ക്രോമിയം എന്ന് പറയുന്നത് ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. അപ്പോൾ ക്രോമിയം കൊണ്ട് ഫുൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്താണ് അത് ഒത്തിരി എക്സ്പെൻസീവ് ആണ് അല്ലേ. സോ ക്രോമിയത്തിന് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ് ഇറ്റ് ക്യാൻ ഗീവ് യു ഷൈനി അപ്പിയറൻസ്, ഇറ്റ് ഈസ് കൊറോഷൻ ഫ്രീ അല്ലെങ്കിൽ കൊറോഷനൊക്കെ കുറവായിരിക്കും, കൊറോഷൻ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ ക്രോമിയം ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഈ പറയുന്ന അഡ്വാൻറ്റേജസ് ഒക്കെ കിട്ടും. അപ്പോൾ ഒരു ക്രോമിയം കോട്ടിംഗ് കൊടുത്താൽ നമുക്ക് ഈ അഡ്വാൻറ്റേജസ് ഒക്കെ കിട്ടും അല്ലേ. ആ ഒരു ലെയർ പോകുന്നിടം വരെ നമുക്ക് ഈ പറയുന്ന അഡ്വാൻറ്റേജസ് എല്ലാം കിട്ടുമല്ലോ. സോ എന്താണ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദി ഹോൾ മെറ്റീരിയൽ വിത്ത് ഓർ ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദ ഹോൾ മെറ്റീരിയൽ വിത്ത് ക്രോമിയം നമുക്ക് ഈ പറയുന്ന പോലെ ക്രോമിയം കോട്ടിംഗ് കൊടുത്തിട്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തിട്ട് ബീംസ് ഓഫ് ബ്രിഡ്ജസ് ആർ ഇലക്ട്രോപ്ലേറ്റഡ് വിത്ത് സിങ്ക് ടു അവോയ്ഡ് കൊറോഷൻ. എങ്കിൽ നമ്മൾ ബ്രിഡ്ജസ് ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അയൺ ഒക്കെ വെച്ചിട്ട് ബ്രിഡ്ജസ് ബിൽഡ് ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം അയൺ ഇസ് എക്സ്പോസ് ടു കൊറോഷൻ ഓർ റെസ്റ്റ് അല്ലേ. പെട്ടെന്ന് കൊറോഷനും റെസ്റ്റ് ഒക്കെ സംഭവിക്കുന്ന ഒരു മെറ്റലാണ്. അപ്പോൾ ഒരു സിങ്ക് കോട്ടിംഗ് കൊടുക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ലാസ്റ്റിംഗ് അല്ലേ ആ ഒരു മെറ്റീരിയലിൻ്റെ ലാസ്റ്റിംഗ് നീട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ടിൻ ക്യാൻസ് യൂസ് ഫോർ സ്റ്റോറിംഗ് ഫുഡ് ആർ മെയ്ഡ് ബൈ ഇലക്ട്രോപ്ലേറ്റിംഗ് ടിൻ ഓൺ ടു അയൺ. അപ്പോൾ നമ്മൾ ടിഫിനൊക്കെ കൊണ്ടുപോകുന്ന നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്ന ക്യാൻസ് ഒക്കെ ഇപ്പോൾ അയൺ വെച്ചിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അയൺ ഇസ് ആക്ച്വലി റിയാക്റ്റീവ്. അപ്പോൾ നമ്മുടെ ഫുഡുമായിട്ട് അയൺ റിയാക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ് നമുക്ക് ഹാംഫുൾ ആയിട്ടും വരാം. അപ്പം ഒരു ടിൻ കോട്ടിംഗ് കൊടുക്കുവാണെങ്കിൽ അയണുള്ള പ്ലേറ്റ്സിനോ അല്ലെങ്കിൽ അയണുള്ള ക്യാൻസിനൊക്കെ ഒരു ടിൻ കോട്ടിംഗ് കൊടുക്കുവാണെങ്കിൽ എന്താണ് ഈ ഒരു സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് റിയാക്റ്റീവായ അയൺ ഫുഡായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനൊരു ടിൻ കോട്ടിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ വി ക്യാൻ ഈസിലി സ്റ്റോർ ഫുഡ് ഇൻ ദാറ്റ് ആൻഡ്
സോ ഈ ഇതൊരു നടക്കുന്ന എന്താണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ പ്രോസസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Manorama Horizon. Learning made simple.